ഇതൊരു ടീം വർക്കാണ്. വേനൽ ചൂട് കൂടുന്തോറും കാട്ടിലെ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാട്ടിൽ തന്നെ സംഭരിക്കുന്ന താൽക്കാലിക തടയണകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എത്തിയിട്ടുള്ളത്. വേനൽ കൂടുന്തോറും കാട്ടിലുള്ള ജലസ്രോതസ്സുകളൊക്കെ വറ്റിത്തുടങ്ങി. ചില തോടുകളിലുള്ള വെള്ളം അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ താൽക്കാലിക തടയണ എന്നുള്ള രൂപത്തിൽ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കുന്നത്. ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നും കമ്പുകളും പാറക്കഷ്ണങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന താൽക്കാലിക തടയണകളാണ്. ഏതെങ്കിലും ഒരു തോടിന് കുറുകെ ഇതുപോലെ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി അവിടെ തന്നെ അതിൻ്റെ വെള്ളം നിലനിർത്തും. സാധാരണയായിട്ട് നമ്മൾ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കാൻ നോക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന ചില സ്ഥലങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് മുൻവശത്തായിരിക്കും നമ്മൾ ഇതുപോലെ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന തടയണ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം ഒരു മഴക്കാലം കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകണം. ഈ തോടിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ ഒരു കാരണവശാലും ബാധിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ താൽക്കാലിക തടയണകൾ വർഷാവർഷം നമ്മൾ നിർമ്മിക്കുന്നത്. വേനൽക്കാലമാകുമ്പോൾ കാട്ടിലുള്ള ജലസ്രോതസ്സുകളൊക്കെ വറ്റിത്തുടങ്ങും. ദാഹജലം തേടി വരുന്ന മൃഗങ്ങൾ പലപ്പോഴായിട്ട് ജനവാസ മേഖലകളിലും കൃഷിസ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാറുണ്ട്. കുടിവെള്ളം കിട്ടാതെ വരുമ്പോൾ മൃഗങ്ങളുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടാകും. ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷമാണ് സമീപകാലത്ത് മനുഷ്യ വന്യജീവി സംഘർഷമായിട്ട് വർദ്ധിച്ചു വരാൻ കാരണമാകുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ഇതുപോലെ താൽക്കാലിക തടയണകൾ വഴി നമ്മൾ കാട്ടിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള വനംവകുപ്പിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നുള്ള പദ്ധതി. എന്ന് വെച്ചാൽ കാട്ടിലെ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റയും ഭക്ഷണവും വെള്ളവും കാട്ടിൽ തന്നെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം. കേരള വനംവകുപ്പിൻ്റെ ഇങ്ങനെയൊരു പദ്ധതിയുമായിട്ട് സഹകരിച്ച് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് തോൽപ്പെട്ടിയിൽ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ 20ഓളം വരുന്ന വളണ്ടിയർമാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വാച്ചർമാരും ജീവനക്കാരെയും ഉൾപ്പെടുത്തി ഏകദേശം 6 തടയണകളാണ് നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മുൻപേയും നമ്മൾ തോൽപ്പെട്ടിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എക്കോ റീസ്റ്റോറേഷൻ ക്യാമ്പുകളായിരുന്നു. അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനമായിരുന്നു അന്ന് നമ്മൾ ക്യാമ്പുകളിലൂടെ ചെയ്തിരുന്നത്. ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കാടിനകത്ത് ഇതുപോലെ നടത്താറുള്ളത്. നിങ്ങൾക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പൂർണ്ണമായി കേരള വനംവകുപ്പുമായിട്ട് സഹകരിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. ഈ ഒരു ദിവസത്തെ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾ ഏകദേശം 6 ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി. എല്ലാ ഡാമുകളും ഏകദേശം 1 മീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ബ്രഷ് വുഡ് ചെക്ക് ഡാമിലും അത്രയും ഉയരത്തിൽ ഇതുപോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്.